ഇന്ന് ന്യൂ ഇയർ നൈറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ കടുവ ഫെസ്റ്റ് കാണുമ്പോൾ അവിടെ ഫുഡ് ഫെസ്റ്റും ഉണ്ട് കേട്ടോ. അവിടെ എന്തൊക്കെയാ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്കതൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഫുഡ് ഫെസ്റ്റിന്റെ സ്റ്റോൾ മാത്രം മതി. അപ്പോൾ അതിൽ ഫസ്റ്റ് അൽമക്ക ദീപശ്രീ കണ്ടു, അവിടെ നിന്ന് കസ്റ്റാർഡ് മേടിച്ചു. ദുവ ദീപശ്രീ കണ്ടു, അവിടെ നിന്ന് 2 പൊങ്ങ് മേടിച്ചു. പിന്നെ സുബ്ഹാനല്ലാ ദീപശ്രീ കണ്ടു, അവിടുന്ന് കസ്റ്റാർഡ് മേടിച്ചു. അവിടുത്തെ കസ്റ്റാർഡൊന്നും പറയണ്ട, ഭയങ്കര ടേസ്റ്റ്. പിന്നെ ഇക്കറ ദീപശ്രീ ഞങ്ങൾ പാനിപൂരി മേടിച്ചു, നല്ല ടേസ്റ്റ് ആയിരുന്നു. പാവം സബീക എങ്ങനെയൊക്കെയോ കഴിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ റൂമിൻ്റെ അപ്പുറത്തുള്ള അയൽവാസികളെ കണ്ടത്. അങ്ങനെ അവരോടും ടാറ്റ കാണിച്ചിട്ട് ഞങ്ങളുടെ ഫസീലിൻ്റെ കയ്യിൽ നിന്ന് ഒരു ബർഗർ മേടിച്ചിരുന്നു. ബർഗർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സബീക്ക് എനിക്ക് തന്നില്ല. അപ്പോഴാണ് എനിക്ക് ഡേക്കറൊക്കെ കാണുന്നത്. ഇത്രയും അപ്ഡേറ്റഡ് ആയിരുന്നല്ലേ നമ്മുടെ ഈ കടുമത്തിലെ ഫസ്റ്റ്. പിന്നെ അത് കഴിഞ്ഞ് ഹിന്ദി സേട്ടൻ്റെ കയ്യിൽ നിന്ന് 2 ഐസ്ക്രീം മേടിച്ച് സബീക്ക പിന്നെ അത് കഴിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ക്യൂട്ട് പാവകളി, ക്യൂട്ട് കാർപ്പറ്റും ഇതൊക്കെ കാണുന്നത്. ഇതൊക്കെ ഈ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. മാഷാഅല്ലാഹ്. അങ്ങനെ അവിടെ നിന്ന് ഒരു റിബൺ മേടിച്ചു. സുബ്ഹാനല്ലാഹ് ദീപശ്രീന്ന് പിന്നെ തണ്ണിമത്തൻ ജ്യൂസ് ഒഴിച്ചു. പിന്നെ അപ്പുറത്തെ സ്റ്റാളിൽ നിന്ന് ഒരു മൊജിറ്റോയും മക്രോണിയും കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു മക്രോണിക്ക്. പിന്നെ അത് കഴിഞ്ഞ് എഗെയിൻ സുബ്ഹാനല്ലാഹ് ദീപശ്രീന്ന് കസ്റ്റാർഡ് പിടിച്ചു. ന്യൂ ഇയർ ആയതോടുകൂടെ വേഗം ഹോട്ടലിൽ കയറി പോയി. ഒരു തിരക്ക് കൂടുതലുണ്ടായിരുന്നു. പിന്നെ ഹോസ്റ്റലിലെത്തിയപ്പോഴാണ് കൂടുതലാരും വന്നില്ല, ഞങ്ങളേ ഉള്ളൂ. പിന്നെ അപ്പുറത്തെ റൂമിൽ നിന്ന് ഒരു കേക്ക് കൊണ്ടുവന്നു. സോ അതും കൂടെ കഴിച്ചു. പിന്നെ എനിക്ക് ഫുഡ് ഫെസ്റ്റിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് സ്റ്റാൾ ഏതാണെന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഇഷ്ടപ്പെട്ടത് സുബ്ഹാനല്ലാഹ് ദീപശ്രീ ആയിരുന്നു. അപ്പോൾ വീണ്ടും കാണാൻ ഇൻഷാ അല്ലാഹ്. ബൈ.